നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കോഴിക്കോട് സ്വദേശി കൊച്ചിൻ ദേവസ്വം ബോർഡ് മേൽശാന്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് അർജുൻ തന്ത്രയാണ്. ശാന്തി, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ, അമ്പലത്തിന്റെ വിശേഷങ്ങൾ, കാര്യങ്ങള്. അതുപോലെ തന്നെ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം കുറച്ച് പാട്ടുകൾ എഴുതി ഇനം നൽകി, അതുപോലെ ഭക്തിഗാനങ്ങൾ, ആൽബം സോങ്ങുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഇതിന്റെ ഇടയിൽ. അതായത് നമ്മൾ ഈ അമ്പലത്തിലെ ശാന്തിപ്പണിയുടെ ഉള്ളിലും സമയം കണ്ടെത്തി. അപ്പൊ അതിന്റെ വിശേഷങ്ങളോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, നമുക്ക് അമ്പലത്തിലെ വിശേഷങ്ങളൊന്ന് തുടങ്ങാം നമുക്ക്, അല്ലെ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? അമ്പലം നമ്മളെ പെരിങ്ങോട്ടുകര വൈറ്റിലാശ്ശേരി ദുർഗാദേവി ക്ഷേത്രത്തിലാണ് ശാന്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃപ്രയാറിനടുത്ത്. പിന്നെ താമസിക്കുന്നത് മണലൂര് ഹൈസ്കൂളിനടുത്താണ് താമസിക്കുന്നത്. ശരിക്കും സ്വദേശമാണ് കോഴിക്കോട് വരുന്നത്? സ്വദേശം കോഴിക്കോട്. ഇവിടെ ഈ ജോലിപരമായിട്ട് വന്ന് അതെ. ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? ഇതിപ്പോ 5ാമത്തെ വർഷമാണ്. 5ാമത്തെ വർഷമാണ്. അതെ. അവിടെ പൂജകൾ, അവിടെ പ്രതിഷ്ഠ ദുർഗയാണ്, ദുർഗാംബയാണ്. അപ്പൊ അതിന്റെ ആ പൂജയുടെ സമയങ്ങളുടെ ഒക്കെ പൂജ രാവിലെ 6 മണിക്കാണ് സമയം. അമ്പലം തുറക്കുന്ന സമയം 6 മണിയാണ്. അടയ്ക്കുന്നത് 9:30 മണിക്ക്. 8:30 മണിക്കാണ് പൂജ. പൂജാക്രമങ്ങൾ അങ്ങനെയാണ്. ഒരു നേരം, രാവിലെ ഒരു നേരത്തെ പൂജ മാത്രമേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ പാട്ടിനുള്ള സമയം കണ്ടെത്തുന്നല്ലേ? അതെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ ചെയ്തു വെച്ചേക്കുന്നത് ഷനോജ് സമയ കലാഭവനിലെ പാട്ടുകാരൻ ഷനോജ്, അദ്ദേഹത്തിന്റെ ഭാര്യ അഖില, അവര് കൂടി പാടി അഭിനയിച്ചൊരു കൊടുങ്ങല്ലൂർ ഭക്തിഗാനം, അതാണ് ആള് ചെയ്തു വെച്ചേക്കുന്നത്. അത് ഇറങ്ങിയിരുന്നു. അതുപോലെ തന്നെ വേറെ കുറച്ച് പാട്ടുകളും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ പാട്ടിന്റെ വിശേഷം നമുക്ക് ചോദിക്കാം. ഈ ഷനോജേട്ടൻ്റെ ചെയ്ത ആ പാട്ടുണ്ടല്ലോ, കൊടുങ്ങല്ലൂരമ്മയുടെ, എന്താണ് അദ്ദേഹത്തിന് അതിനെ കുറിച്ച് അതിന്റെ വിശേഷങ്ങളൊന്ന് പറയാം. അത് നമ്മള് കൊടുങ്ങല്ലൂരമ്മയാണ് നമ്മളൊരു ഉപാസന എന്ന് പറയുന്നത്. അപ്പൊ അമ്മയോടുള്ള ഒരു അതിയായ ഭക്തി കൊണ്ട് നമുക്കൊരു പാട്ട് സമർപ്പിക്കണം തോന്നി. അങ്ങനെ ഇതേപോലെ പൂജ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കൊരോ ട്യൂൺ ഇങ്ങനെ മനസ്സിൽ വരും. അത് നമ്മള് ഫോണില് അല്ലെങ്കിൽ ബുക്കിലൊക്കെ കുറിച്ച് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു വരി എഴുതലാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് ഇരുന്ന് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല. നമുക്കത് താനെ വരുന്നത് നമ്മളത് അപ്പൊ തന്നെ എഴുതി വെച്ചാല് പിന്നെ നമുക്കത് മറന്നുപോയി. അപ്പൊ അത് അങ്ങനെ എഴുതി വെച്ച് അങ്ങനെ കിട്ടുന്ന ഒരു ഓരോ പാട്ടുകളാണ് നമ്മളുടെ അടുത്ത് ഉള്ളത്, നിലവിലുള്ളത്. പിന്നെന്ന് പറഞ്ഞാല് നമ്മള് സ്കൂൾ പഠിക്കുന്ന കാലത്ത് തൊട്ടിട്ട് മണിച്ചേട്ടന്റെ പാട്ട് പാടലും, പിന്നെ ഓരോ നമ്മളെ പേരടി ഗാനങ്ങള് കൊട്ടിപ്പാടുക, ഒരു ക്ലാസ്സിൽ ഒരു എൻജോയ്മെന്റിന് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതലും ഈ നാടൻ പാട്ടുകൾ, അങ്ങനെ മണിച്ചേട്ട പാട്ടുകളാണ്. അതാണ് കൂടുതൽ. ഒരു കാര്യം കൂടി, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനും പ്രത്യേകത. സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ മണിച്ചേട്ട പാടിയാണ് നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ നല്ലൊരു ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഒരു ശാന്തതയും ഒരു തണലും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ്. 1-2 അമ്പലങ്ങളിൽ പോയി, പക്ഷെ അവിടെ ഈ നേരായതൊരു അടച്ചു, ആൽത്തറയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നല്ല വെയിലായി കഴിയുമ്പോൾ വീഡിയോക്ക് ഒരു അല്പം ഇത് കുറയല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പാടി തിരഞ്ഞെടുത്തേക്കാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ്, അതായത് കോഴിക്കോട് സ്വദേശിയാണെങ്കിലും അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ മണിച്ചേട്ടൻ നാട്ടിൽ ചാലക്കുടിൽ വന്നിട്ട് ഈ പാടി കാണുന്നതും വീട് കാണുന്നതും ഒക്കെ. അപ്പൊ ഈ പാട്ട് വിശേഷം നമുക്ക് ചോദിക്കാം. നമുക്ക് ഇപ്പൊ ഏതൊക്കെ പാട്ടുകൾ, ഇനിയിപ്പോ എത്ര പാട്ടുകൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്? ഇപ്പൊ ഒരു 6ഓളം പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പാട്ടിനും നമുക്ക് ട്യൂണ് ഉണ്ട് താനും. അതായത് ഈണം കിട്ടി കഴിയുമ്പോ ഈണത്തിനൊപ്പിച്ച് വരികൾ എഴുതിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി വേണ്ടത് ഇപ്പൊ റെക്കോർഡിംഗ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോ സാമ്പത്തികം പ്രയാസമുള്ളതുകൊണ്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് മേൽശാന്തി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം പറയുമ്പോ ചിലപ്പോ സർക്കാർ ജോലി ആയിരിക്കും. അതൊരു ശമ്പളത്തിന്റെ കാര്യത്തിൽ വരുമ്പോ കുടുംബം വേണം. ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ശാന്തിയിലെ? വീട്ടില് അമ്മ, പിന്നെ ഭാര്യ, 2 കുട്ടികൾ. കുട്ടികള് ഒരാള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂത്തയാളെ പേര് ആഞ്ജനേയൻ, 2ാമത്തെ ആളെ പേര് സൂര്യൻ. പിന്നെ ഒരു പെങ്ങളുണ്ട്. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അവര് കോഴിക്കോട് തന്നെ മാവൂർ എന്ന സ്ഥലത്തേക്കാണ് കല്യാണം കഴിച്ചത്. ഈ കുടുംബം കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശാന്തിപ്പണി ചെയ്തിട്ട് വേണം. അതിന്റെ കൂടെ തന്നെ ഈ പാട്ട് റെക്കോർഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അതിനോട് സാമ്പത്തികമായിട്ടല്ലേ ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ അത് കേട്ട് ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ സഹായിക്കാനല്ലേ. എന്ന് പറഞ്ഞാലേ ഈ തൃശ്ശൂര് വന്നപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു സാധ്യത മനസ്സിലായി. ഇവിടെയുള്ള കലാകാരന്മാരൊരു കേന്ദ്രം തന്നെയാണ് നമ്മളെ തൃശ്ശൂര്. ആ ഒരു എന്താ പറയാ, ആ ഒരു ശക്തി നമ്മളിലേക്ക് ഒഴുകിയെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത് എഴുതാൻ തുടങ്ങിയത്. നാട്ടിൽ വെച്ച് ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയല്ല, നമ്മള അങ്ങോട്ട് വെച്ചാല് കുറെ ഫുട്ബോൾ കളിക്കുക,
അതിന്റെ സ്പോർട്സ് സംബന്ധമായ കൂടുതൽ കാര്യങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ ഇപ്പോ ഓണംകളി പോലുള്ള മത്സരങ്ങൾ ആഘോഷങ്ങളെ ഒരു വേദി തന്നെയാണ് നമ്മളിവിടെ. അപ്പൊ ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എത്തിയപ്പോ നമ്മൾക്ക് ആ പണ്ട് നമ്മള് പേരടി എഴുതിയതും അതൊക്കെ എഴുതിയപ്പോ നമ്മൾക്ക് ഒരു കുട്ടിക്കാലത്തിലുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ എഴുതിയത്. അങ്ങനെ നമുക്കിപ്പോ ഒരു 3 പാട്ടോളം ഇറക്കി. അതില് ഒന്ന് ഒരു ഓണപ്പാട്ട്, പിന്നെ ഒന്ന് ഒരു അയ്യപ്പന്റെ ഗാനം, ഭക്തിഗാനം, പിന്നെ ഇപ്പോ അടുത്തിറക്കിയത് കൊടുങ്ങല്ലൂരമ്മന്റെ. അതായത് നമ്മള് ഭക്തിപരമായിട്ട് ഡിവോഷനാണ് കൂടുതലും. അതെ, നമ്മുടെ ഒരു നമ്മളെ മേഖല അതിനെ സംബന്ധിച്ചുള്ള രീതിയിലുള്ള എന്ന് വെച്ചാലും അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചില സമയത്ത് പ്രണയഗാനങ്ങൾ എഴുതാറുണ്ട്. അത് ഈ ട്യൂണ് വരുന്നതിനനുസരിച്ച് നമുക്ക് ചില സമയത്ത് നമുക്കൊരോ മൈൻഡ് ആണല്ലോ. അപ്പൊ മാനസികാവസ്ഥക്കനുസരിച്ചാണ് പാട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ സന്തോഷവും സങ്കടവും എല്ലാം ഈ പാട്ട് കൊണ്ട് നമുക്ക് അത് അതെ നമ്മളെല്ലാ എന്താ പറയാ വികാരങ്ങളും നമ്മളെ ഫീലിങ്സും അതിൽ കൂടെ വരുത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് പാടുന്ന നല്ല പാട്ടുകാരാണ് നമ്മളെ ഒരു ശക്തി എന്ന് പറയുന്നത്. ശാന്തി എങ്ങനെ പാട്ട് പാടും? ഞാൻ അങ്ങനെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. നമ്മളിപ്പോ വരച്ചു വെക്കുമ്പോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പാടാറുണ്ട്. അപ്പൊ നമ്മളതായ രീതിയിലൊരു പാട്ട് പ്രേക്ഷകർക്കായിട്ട് സോപാനത്തിൻ നാദം ശ്രീരാഗമായി ചന്ദനച്ചാർത്തിൻ സുഗന്ധമൂടെ ആമണിരൂപം ഞാൻ ആസ്വദിച്ചു, ആമണിരൂപം ഞാൻ ആസ്വദിച്ചു, ആ സുഗന്ധം മനമാസ്വദിച്ചു കണ്ണ, ആ നിമിഷം മനമാസ്വദിച്ചു. ഗുരുവായൂരിലെ കണ്ണനല്ലേ ഗുരുപവനപുരിയിൽ വന്നതല്ലേ, ഗുരുവായൂരിലെ കണ്ണനല്ലേ ഗുരുപവനപുരിയിൽ വന്നതല്ലേ. ഗുരുവും വായുവും ചേർന്നു വിളിച്ചപ്പോൾ, ഗുരുവും വായുവും ചേർന്നു വിളിച്ചപ്പോൾ അഴകായരുമയായി വന്നതല്ലേ, അഴകായരുമയായി വന്നു കണ്ണൻ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ പുതിയ എന്തോ ഒരു ഓണപ്പാട്ട് ഇപ്പൊ ഓണത്തിന്റെ സീസൺ ആണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് പറയാമോ? ഓണം നമ്മളെ ഒരു ട്യൂൺ പാട്ടാണ് ഓണത്തിന്. അത് കഥയുണ്ടേ കഥകളിയുണ്ടേ വള്ളം കളിയുണ്ടേ, പുഴയിൽ പൂത്താമരയിൽ തഴുകും കാറ്റുണ്ടേ, പുലിയുണ്ട് പുലിക്കളിയുണ്ട് ഓണത്താളവുമായി, പാലടയും പാൽപായസവും വേണം രുചിമേളം, അന്തിക്കൊരു ചൂട്ടുണ്ടേ അമ്പിളി വട്ടം മാനത്ത്, ഉത്രാടപ്പൂ നിലാവിൽ മന്ദാരപ്പൂ തെളിയുന്നേ, അന്തിക്കൊരു ചൂട്ടുണ്ടേ അമ്പിളി വട്ടം മാനത്ത്, ഉത്രാടപ്പൂ നിലാവിൽ മന്ദാരപ്പൂ തെളിയുന്നേ, തിരുവോണപ്പുലരിയുണർന്നേ പൊന്നോണം വന്നേ, തിരുവോണപ്പുലരിയുണർന്നേ പൊന്നോണം വന്നു, തിരുവോണപ്പുലരിയുണർന്നേ പൊന്നോണം വന്നു. അതായത് ഇപ്പൊ അത് റെക്കോർഡിങ് കഴിഞ്ഞോ? റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിപ്പോ ഓണായല്ലോ, ഓണായി ഇപ്പൊ അതിന്റെ മുന്നോടിയായിട്ടല്ലേ അന്ന് ഇറക്കാനാണ് ഉദ്ദേശിച്ചത്. എങ്ങനെ ഓഡിയോ ആയിട്ടാണോ അല്ലെങ്കിൽ വിഷ്വൽ ചെയ്യുന്നുണ്ടോ? വിഷ്വൽ ചെയ്തിറക്കാനാണ്. അത് കുഴപ്പമില്ല, വിഷ്വൽ ചെയ്തിറക്കുമ്പോഴാണ് കൂടുതലും ആളുകളിലേക്ക് എത്തുള്ളൂ. കാരണം ഓണത്തിന് ആ പൂക്കളവും അതുപോലെ ഓർമ്മകളും ഉണർത്തുന്നതല്ലേ. എന്തായാലും പാട്ട് നന്നായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഓണത്തിനെ കുറിച്ചൊരു അത് നമുക്ക് ഓരോ സീസണുകളാണല്ലോ. അപ്പൊ കൊടുങ്ങല്ലൂര് ഭരണി വരുന്ന സമയത്ത് കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ടിലായിരിക്കും മൊത്തം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഓണങ്ങളി വരുമ്പോ ഈ തൃശ്ശൂർ സൈഡിൽ ഇപ്പൊ ഓണങ്ങളി എന്ന് പറഞ്ഞ സംഭവം അത് വരുമ്പോ ഓണങ്ങളി സീസണായി, ഓണങ്ങളി പാട്ടായി. അത് കഴിഞ്ഞ് പിന്നെ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോ കൃഷ്ണന്റെ പാട്ട്. അതിപ്പോ പുതിയ പാട്ടിൽ കൂടുതലും ഭക്തിഗാനങ്ങളാണ് ചെയ്യുന്നില്ലേ? ഭക്തിഗാനങ്ങളാണ്. പിന്നെ ഒരു പ്രണയഗാനുണ്ട്. അതെ, ആൽബം സോങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. റെക്കോർഡ് ചെയ്യുന്നത് ഷൈൻ സ്റ്റുഡിയോ. ലേറ്റസ്റ്റ് ആയിട്ട് അവരൊരു ഓഫറൊക്കെ വന്നതുകൊണ്ട്
അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിന് വിഷ്വൽ ചെയ്ത് നമുക്ക് ഈ ഓണത്തിന് പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ. അതാണ് ഇപ്പൊ ടെൻഷൻ. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ആള് ശാന്തിപ്പണിയാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനനുസരിച്ച് ആൾക്ക് വരുമാനം കുറവാണ്. അപ്പൊ ഈ പാട്ടുകൾ ചെയ്യുമ്പോൾ ആളൊരു ജീവിതാഭിലാഷമാണ് ഈ പാട്ടുകൾ ചെയ്യാന്നുള്ളത്. അപ്പൊ പാട്ടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനധികം പണവും വേണം, കാര്യങ്ങളും വേണം. അതിന്റെ ഒരു ഞെരുക്കത്തിലാണ് ഈ ആൾ ഈ പറയുന്നത്. കാരണം വെച്ചാല് ആരെങ്കിലും നല്ല മനസ്സിനെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സഹായിക്കാല്ലേ. പുതിയ പുതിയ പാട്ടുകൾ ഇറങ്ങട്ടെ, അതാണ്. പിന്നെ അതുപോലെ തന്നെ കൊടുക്കലമ്മയ്ക്ക് വേറെ പാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടോ? പാട്ടോടെ എഴുതിയിട്ടുണ്ട്. അതെ, അത് നമുക്ക് ഇതുപോലെ തന്നെ വിഷ്വൽ ചെയ്യാനായിട്ട് നാടൻ പാട്ട് സ്റ്റൈലാണോ അല്ലെങ്കിൽ ദേവി? നമുക്ക് ഈ തൃശ്ശൂർ സ്റ്റൈൽ എന്ന് പറയുമ്പോ ഭക്തിഗാനം ആയ പോലെ ഒരു നാടൻ പാട്ടിന്റെ ഒരു സ്റ്റൈലായിരിക്കും. സ്റ്റൈലാണ് കൂടുതലും ആളുകളിലേക്ക് എത്തുമ്പോൾ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇപ്പൊ ഈ ഓണപ്പാട്ടിന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റൈൽ കുഴപ്പമില്ല, അടിപൊളിയാണ് ഓണത്തിന്റെ ഇത് വരുന്നത്. പിന്നെ നമ്മള് ട്യൂൺ എങ്ങനെയാണോ വരുന്നത് അതേപോലെ നമുക്കത് അപ്പൊ തോന്നുന്നതാണ്. പ്രത്യേകമായിട്ട് അതിന് ഇരുന്നിട്ടുള്ള ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അതായത് പോകുന്ന വഴിയിലൂടെ നമുക്ക് ചിലപ്പോ മനസ്സിൽ വരുന്നത് നമ്മൾ കുത്തിക്കുറിച്ച് വെക്കുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇന്നിപ്പോ ശാന്തിയുടെ കൂടെ ശാന്തിയുടെ മകൻ വന്നിട്ടുണ്ട്, അതായത് ആഞ്ജനേയൻ. നമുക്ക് ആഞ്ജനേയനോട് നമുക്ക് ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കാം. ആഞ്ജനേയ, എന്തുണ്ട് ആഞ്ജനേയ വിശേഷങ്ങളൊക്കെ? സുഖം. എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 6ാം ക്ലാസ്സിൽ പഠിക്കണല്ലേ. എന്താണ് ആഞ്ജനേയന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക്? അച്ഛന്റെ വിശേഷങ്ങളും നിനക്ക് തോന്നുന്ന ഈ കലാപരമായിട്ട്, അതായത് നീ പാട്ട് പാടുമോ? പാട്ട് പാടും, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെ അല്ലേ? റിതം പാട് പാട്ട് പഠിക്കുന്നുണ്ടല്ലേ? 2 വർഷമായിട്ട് റിതം പാട് പഠിക്കുന്നുണ്ട്. റിതം പാട് പഠിക്കുന്നുണ്ട്, 2 വർഷമായിട്ട് പഠിക്കുന്നുണ്ടല്ലേ? അപ്പൊ കലയില് ആള് ഒരു ഗംഭീരന്. അപ്പൊ നമുക്ക് ആഞ്ജനേയന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആഞ്ജനേയ, പഠിപ്പൊക്കെ എങ്ങനെ പോണു? ക്ലാസ്സൊക്കെ നല്ലതായിട്ട് പോണു. അച്ഛന്റെ പാട്ടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അച്ഛൻ പാട്ട് എഴുതാറുണ്ട്, മറ്റേ എല്ലാ സമയത്തല്ല, ഇടക്കിടക്ക് അച്ഛനെ വരിക കിട്ടുമ്പോ അച്ഛൻ എഴുതും. അതിന് പാടി കേൾപ്പിക്കോ? പാടി കേൾപ്പിക്കും. അപ്പൊ നിനക്ക് ഇഷ്ടമായെന്ന് ചോദിക്കോ? അപ്പൊ ആളാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് താളം ശരിയാക്കി തരുന്നത് ആളാണ്. അതെ, അപ്പൊ ആ റിതം ഇട്ടല്ലേ, ബീറ്റ് കൊടുത്ത് അച്ഛന് പാട്ടിന്റെ അല്ലെ വരികളൊക്കെ ശരി ചിട്ടപ്പെടുത്തി കൊടുക്കാൻ സഹായിക്കുന്നത് ആഞ്ജനേയനാണല്ലേ. സ്കൂളുകളിൽ പാട്ടിന് മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടോ? സമ്മാനങ്ങളുണ്ട്. ആള് നല്ലൊരു കലാകാരനാണ്, വളർന്നു വരുന്നൊരു കലാകാരനാണ്. അച്ഛന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അല്ലേ. നമുക്ക് വേണ്ടി 2 പാട്ടൊന്ന് പാടാമോ? ഒരു ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും കൃഷ്ണന്റെ പാട്ട് പാടും. ഭഗവാന്റെ കൃഷ്ണന്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ. അഞ്ജനമണിവർണ്ണ കണ്ണാ കായാമ്പൂവർണ്ണ ഗുരുവായൂരിൽ വാഴും കണ്ണാ ഗുരുവായൂരപ്പ പീലിക്കാർ കൂന്തൽ തഴുകും മാരിക്കാർ തെന്നൽ ഓടക്കുഴലിൻ നാദം കേട്ടുവരുന്നു നിൻ രാധ രാധേ ഗോവിന്ദ രം രം രാധേ ഗോപാല രാധാ മദന മുകുന്ദ മുരാരേ രാധാ ഗോവിന്ദ ഗുരുവായൂരപ്പ കണ്ണാ ഗുരുവായൂരപ്പ ഗുരുവായൂരിൽ വാഴും കണ്ണാ ഗുരുവായൂരപ്പ. അടിപൊളി അടിപൊളി. അതായത് അച്ഛൻ എഴുതിയ പാട്ടാന്ന് തോന്നുന്നല്ലേ? അച്ഛൻ എഴുതി അച്ഛൻ സംഗീതം കൊടുത്ത ഒരു പാട്ടാണ് ആ മകൻ പാടി കേട്ടത്. അതിപ്പോ റെക്കോർഡിങ്ങിന്റെ അതല്ല, അത് നമ്മളിപ്പോ പല്ലവി മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. വളരെ ഗംഭീരമായിട്ടുണ്ട്. അതപ്പോ നമുക്ക് പാട്ടായിട്ട് ഇറങ്ങുമ്പോ അതിൽ രസവും കേൾക്കാനായിട്ട്. എത്രയും വേഗം അത് എഴുതി പൂർത്തീകരിച്ച് റെക്കോർഡ് ചെയ്ത് അത് പ്രഷറിലേക്ക് എത്തട്ടെ വേഗം. അതെ, ഇവൻ വളർന്നു വരുന്നൊരു കലാകാരൻ ആഞ്ജനേയ അല്ലേ? ആഞ്ജനേയ, അച്ഛനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ. അച്ഛൻ നല്ല കലാകാരനാണ്. അതായത് മകന്റെ ഒരു പുള്ളി എന്നുള്ള ഒരു ഇതേണ്ട. കാരണം വെച്ചാൽ അച്ഛനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് മകനാണ്. അതുപോലെ തന്നെ മകൻ അതിനു വേണ്ട, അതായത് അച്ഛന് കിട്ടാത്ത കാര്യങ്ങൾ വരെ മകന് ഇപ്പൊ നൽകി കൊടുത്തോണ്ടിരിക്കണം. അതായത് വെച്ചാൽ സംഗീതം പഠിക്കാനുള്ള ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനുള്ള അല്ലെ എല്ലാ സാഹചര്യങ്ങളും അച്ഛൻ്റെതായ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരുക്കി കൊടുത്ത് മകന് നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നുള്ളൊരു മനസ്സുമായിട്ട് വരുമ്പോൾ നമ്മൾ അച്ഛനെ പൂർണ്ണമായിട്ട് സന്തോഷിപ്പിക്കണ്ടേ? കാരണം വെച്ചാൽ എല്ലാം പഠിച്ച് അച്ഛന് വേണ്ടി ഒരു പാട്ട് രചിച്ച് ഈടം ചെയ്തല്ലേ, പാടി ഒരു സമ്മാനം കൊടുക്കണം അല്ലേ? ശരിക്കും പറഞ്ഞ ഈ പഠിത്തങ്ങൾ എന്തോരായി ഇപ്പൊ ഈ മ്യൂസിക്കലായിട്ട്? ഇപ്പൊ ഞാൻ 2 വർഷമായി പാട്ട് പഠിക്കാൻ 2 വർഷമായി. 2 വർഷം അയാൾ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്. എവിടെ പഠിക്കുന്നത്?
തങ്കം ടീച്ചർ അവിടെ SNGSന്റെ ഓപ്പോസിറ്റ്. ആ അതായത് കാരമുക്കില് അവിടെ തന്നെ വീടിനടുത്ത് തന്നെ. അപ്പൊ പോയി വരാൻ സൗകര്യം കാര്യങ്ങളൊക്കെ നോക്കിട്ടില്ലേ? അതെ അതെ. പിന്നെ അനിയത്തിയാണോ അനുജനാണോ? അനുജൻ അതിന്റെ പേര് 3-ല്. അനുജൻ എന്താ? അനുജൻ എങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കണ്ടോ? അല്ലെങ്കിൽ ഈ ആഞ്ജനേയന് അതെ ആഞ്ജനേയന് പഠിക്കുന്ന കാര്യങ്ങൾ അനുജന് പറഞ്ഞു കൊടുക്കണ്ടോ? ഞാൻ ഡ്രം പഠിച്ചിട്ട് ഉണ്ണിക്ക് പറഞ്ഞു ഉണ്ണിക്ക് പറഞ്ഞു കൊടുക്കും. ഉണ്ണി അത് പ്രാക്ടീസ് ചെയ്യണല്ലേ? കാരണം വെച്ചാൽ അപ്പൊ ഉണ്ണിയുടെ വീഡിയോ കൊണ്ട് എടുക്കണം. കാരണം വെച്ചാൽ 3 വയസ്സുകാരൻ ഇപ്പൊ ഇൻസ്ട്രുമെന്റ് ഇപ്പൊ ഡ്രം വായിക്കാന്നൊക്കെ പറയുമ്പോ അതൊരു പ്രത്യേക ഒരു കാര്യം തന്നെയാണ്. പാട്ടും രണ്ടുപേരും പാട്ട് നന്നായിട്ട് പഠിക്കുക, സാധകം ചെയ്യുക, നമ്മളിത് അല്ലേ കൈകാര്യം ചെയ്യുക, വേദികൾ കൈയെടുക്കുക, കീഴടക്കുക, അടിച്ചു പൊളിക്കുക അല്ലേ. അപ്പൊ നമ്മുടെ കൂടെ ഇത്ര നേരം സമയം ചെലവഴിച്ച നമ്മുടെ ശാന്തിക്ക്, അർജുൻ ശാന്തിക്ക്, അതുപോലെ മകൻ ആഞ്ജനേയനും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇനിയും ഒരുപാട് വേദികൾ കൈയടക്കി കീഴടക്കി അതുപോലെ തന്നെ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് അതായത് അതിൽ കഴിവ് തെളിയിച്ച് അതുപോലെ ശാന്തി ഒരുപാട് ഗാനങ്ങൾ രചിക്കണം നൽകി പ്രേക്ഷകരിലേക്ക് എത്തിക്കട്ടെ, അതുപോലെ ഉയരങ്ങളിലേക്ക് എത്തിയിട്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി ശാന്തി.